നിലവിളി ശബ്ദം കേട്ടിട്ടാണ് ഇന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റത്. ഈ ഹെൽത്ത് സെന്റർ പോലും ഞാൻ ചെന്നിട്ടാണ് തുറന്നത്. ഈ കൂടെ ഇരിക്കുന്ന ധീരവനിത ഉണ്ടല്ലോ, രാവിലെ തന്നെ ഏതോ ഷീറ്റിലോ പാളയിലോ പോയി കാല് കീറിക്കൊണ്ടാണ് വന്നേക്കുന്നത്. ഫുഡ് പ്രോപ്പർ അല്ലാതെ ഇന്നലെയും കൂടെ തലറങ്ങി വീണ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിപ്പിക്കാതെയാണ് ഇവൾ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയത്. ഡോക്ടർ വന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു, ഇത് വലിയ സ്റ്റിച്ച് ഇടാൻ മാത്രമുള്ള ഒന്നും ഇല്ല, ബെറ്റാടി തേച്ച് വിട്ടാൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബെറ്റാഡിനൊക്കെ ഇട്ട് കാലൊക്കെ ഒന്ന് സെറ്റായി റെസ്റ്റ് ഒക്കെ എടുത്ത് TT ഒക്കെ എടുത്ത് ഒരു മേളം കഴിഞ്ഞിട്ടാണ് അവിടെ. ഇവിടുത്തെ ഒരു ട്രിപ്പ് പരിപാടി കഴിഞ്ഞപ്പം അവൾക്ക് അവളുടെ പല്ലുവേദന തുടങ്ങി. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഒരു ദന്തൽ ക്ലിനിക്കിൽ അവൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലിനിക്കുകളെല്ലാം നമ്മുടെ വീടിന്റെ ഒരു 5 മിനിറ്റ് ഇടവേളകളിൽ തന്നെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അധിക ദൂരം ട്രാവൽ ചെയ്ത് എത്തി പോകേണ്ട ആ പ്രശ്നങ്ങളൊന്നുമില്ല. ദന്തൽ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് അത്ര പെട്ടെന്നൊന്നും തീരുന്ന പരിപാടിയല്ല. അവിടെ ഡോക്ടർ പോലും വന്നിട്ടില്ല. ഞാൻ അവളെ അവിടെ തന്നെ ഇരുത്തിയിട്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു നഴ്സറി ഉണ്ട്. അവിടെ പോയി ഞാൻ എനിക്ക് വേണ്ടുന്ന കുറച്ച് ചെടിച്ചട്ടിയും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു. നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ പോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ അവിടെ ചീരവിത്തിരിക്കുന്നുണ്ട്. കുറച്ച് മല്ലിവിത്ത് കിളിപ്പിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറാത്ത ഞാൻ വീണ്ടും പോയ ചീരവിത്ത്. അങ്ങനെ ഒരു തവണ നമ്മൾ തോറ്റെന്നും പറഞ്ഞ് എന്തിനു വിട്ടു കൊടുക്കണം, അതിന്റെ ആവശ്യമില്ല. ആ വാങ്ങിക്കൊണ്ട് വന്ന ചീരവിത്ത് ഞാൻ കിളിപ്പിച്ചിരിക്കും. ആ വീഡിയോ ഞാൻ അപ്ലോഡും ചെയ്യും. ആ ചീര ഞാൻ തോരൻ വെച്ച് കഴിക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവളുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരി, പിന്നെ കാണാം.